ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് പ്ലാന്റ്സൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. കലാത്തിയ, ബിഗോണിയ, അഗ്ലോണിമ, അതുപോലെ തന്നെ മറ്റെല്ലാ ചെടികളും വാങ്ങുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എത്തിക്കുന്ന ചെടികൾ നിങ്ങൾ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്നായാലും അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്നാണെങ്കിലൊക്കെ നമ്മൾ ചെടികൾ കൊറിയറിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. എങ്ങനെ നമ്മളതിനെ കെയർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. ഇൻസ്റ്റയിലാണെങ്കിൽ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെ വീട്ടിൽ ഒരു പാക്കറ്റ് ഒരു ബോക്സിൽ ഒരു ചെടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം തന്നെ ചെടി ഓപ്പൺ ചെയ്യൽ, ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ചെടി എടുത്തിട്ട്, ചില ചെടികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല. പക്ഷെ ചില ചെടികൾ നമ്മൾ പെട്ടെന്ന് തന്നെ റീപ്പോർട്ട് ചെയ്യണം. അപ്പോൾ റീപ്പോർട്ട് ചെയ്യേണ്ട ചെടികൾ നമ്മൾ പെട്ടെന്ന് തന്നെ റീപ്പോർട്ട് ചെയ്യുക. അല്ലാത്ത ചെടികളെ നമ്മുടെ അന്തരീക്ഷമായിട്ട്, അതായത് നമ്മുടെ ക്ലൈമറ്റുമായിട്ട് പൊരുത്തപ്പെട്ടതിന് ശേഷം നമ്മൾ റീപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് വലിയ പ്ലാന്റ്സൊക്കെ കുഞ്ഞു പോട്ടിലാക്കി അയക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അവിടെ എത്തിയാൽ അത് 2 ദിവസം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റീപ്പോർട്ട് ചെയ്യുക നല്ലൊരു പോട്ടി മിക്സിൽ. അപ്പോഴേ നമ്മുടെ ചെടിയുടെ ആ ഒരു വലിപ്പം കാണുള്ളൂ. നമ്മൾ കുഞ്ഞു പോട്ടിലേക്കാകുമ്പോൾ അതൊന്ന് ഒതുങ്ങിക്കൂടും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത് ചെടി പുറത്തെടുത്ത്, അപ്പം നമ്മൾ പിന്നെന്താ പറയുക, നമ്മൾ ചെടി റിപ്പോർട്ട് ചെയ്യാത്ത ചെടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കലാത്തിയ പോലെയുള്ള ചെടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യണം, നല്ല തണലുള്ള സ്ഥലത്താണ് കേട്ടോ വെക്കേണ്ടത്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് മഴയത്ത് വെക്കാതെ സൺസൈഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ നല്ല തണലുള്ള പോർച്ചിലോ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ തണലുള്ള സ്ഥലത്ത് നമ്മൾ കലാത്തിയ സെറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അഗ്ലോണിമാണ് നിങ്ങളെ കയ്യിൽ എത്തിക്കുന്നെങ്കിൽ അഗ്ലോണിമ ചെറിയൊരു വെളിച്ചുള്ള ഏരിയയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അതും റിപ്പോർട്ട് ചെയ്യേണ്ട ചെടിയാണെങ്കിൽ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക, അല്ലാത്തതാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഏത് പ്ലാന്റ്സ് ആണെങ്കിലും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തത്. രണ്ടാമത്തത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള ചെടികൾ അവിടെ എത്തുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊണ്ടുവരുന്ന, അതായത് അതിൽ ആദ്യം ഉണ്ടാകുന്ന ആ ഒരു പോട്ടി മിക്സോടെ തന്നെ നമ്മൾ ചെടി വലിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കട്ടോ. വലിയ പോട്ടിൽ നമുക്ക് ആ ഒരു ചെടിച്ചട്ടിൻ്റെ അളവിൽ മണ്ണെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഒരു പോട്ടി മിക്സോട് കൂടി നമ്മൾ ഇറക്കി കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ചെടി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ അവിടെ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം, നമ്മൾ പെട്ടെന്നൊന്നും വളങ്ങളൊന്നും കൊടുക്കരുത് കേട്ടോ. നമ്മുടെ ചെടി പെട്ടെന്ന് വലുതാകട്ടെ, അല്ലെങ്കിൽ ബേബി പ്ലാന്റ് വരണമെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നൊന്നും വളം കൊടുക്കാതെ നമ്മളെ വീട്ടിലെത്തിയ ചെടി നന്നായിട്ട് അവിടെ കുറച്ച് പിടിച്ച്, അല്ലെങ്കിൽ വേരൊക്കെ നന്നായിട്ട് അവിടെ നന്നായിട്ട് നിങ്ങളെ വീടുമായിട്ട് അല്ലെങ്കിൽ അന്തരീക്ഷമായിട്ട് ഇണങ്ങിച്ചേർന്നതിന് ശേഷം, അതായത് ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ വളം കൊടുത്താൽ മതി. കാരണം നമ്മൾ ബാസക്കോട്ട ഫെർട്ടിലൈസർ അങ്ങനെയുള്ള വളങ്ങൾ സാഫൊക്കെ വെച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നതിൻ്റെ മേലെ നിങ്ങൾ വീണ്ടും വളം കൊടുക്കുമ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് നിങ്ങൾ വളങ്ങളെ കൊടുക്കണ്ട, അതങ്ങനെ തന്നെ വെക്കാം. നമ്മൾ ഇങ്ങനെയുള്ള പോട്ടിൽ നിന്ന് ഈ ചെടി തന്നെ, ഇത് സെയിം ചെടി നമ്മൾ ഇങ്ങനെയുള്ള പോട്ടിൽ നിന്ന് ഒരു ചെറിയ പോട്ടിലേക്ക് ആക്കി തരുന്ന അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ ഒരു പോട്ടി മിക്സോട് കൂടി തന്നെ നിങ്ങൾ ചെടി അവിടെ വെക്കുക കേട്ടോ. നട്ട് കൊടുക്കുക, വെക്കുക എന്നല്ല, നട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം മിതമായ രീതിയിൽ വെള്ളം ഒഴിച്ചെടുക്കട്ടെ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാരണം ഇതിൽ പെർലൈറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ചകിരിച്ചോറുണ്ടാകും, മണലക്കള്ളയും കൊണ്ട്. അതും നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ള പോട്ടിലായിരിക്കും നമ്മൾ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളും നല്ല ഡ്രെയിനേജ് ഹോൾസ് ഉള്ള പോട്ടിലാണ് നട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് മിതമായ രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കലാത്തിയ പ്ലാന്റ്സിന് കുറച്ച് ഈർപ്പം ഇഷ്ടമുള്ളത് കൊണ്ട് മഴയത്ത് പ്രശ്നമില്ല. വേനൽക്കാലത്താണെങ്കിൽ നമ്മൾ മിസ്റ്റിങ് ചെയ്ത് കൊടുക്കണം. അതായത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെള്ളമാണ് കേട്ടോ, വളമല്ല, വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഏറ്റവും ബെറ്റർ ആയിട്ടും നമ്മുടെ കലാത്തിയ പ്ലാന്റ്സിൽ. അതുപോലെ തന്നെ നമ്മൾ ചീത്തയായിട്ട് ഇലകൾ, അപ്പോൾ ഒരു മാസം 2 മാസം കഴിയുമ്പോൾ ഓരോ ഇലകളൊക്കെ ഉണങ്ങുന്ന ചീത്തയായിട്ടുള്ള ഇലകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. ഇതിൽ 2 ഇലകൾ കലാത്തിയ സെബ്രയിൽ കട്ട് ചെയ്യാണ്ട്, അങ്ങനെയുള്ള ഇലകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടി പെട്ടെന്ന് ഹെൽത്തി ആവും. ഇനിയിപ്പോൾ അഗ്ലോണിമ ചെടികളൊക്കെ ഒരു പൂ പോലെ ഉണ്ടാകും. ചില കലാത്തിയ പ്ലാന്റ്സിന് പൂക്കൾ ഉണ്ടാവും. അങ്ങനെ പൂക്കളെ കാണുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വെട്ടിക്കളയണം. കളഞ്ഞിട്ടില്ലെങ്കിൽ പൂക്കൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട്, അതായത് അത് വളരാനുള്ള നമ്മുടെ വളങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഇലകളൊക്കെ ഒന്ന് എന്താ പറയുക, ക്ഷീണം വന്നിട്ട് ഉണങ്ങിപ്പോട്ടെ. എനിക്ക് സംഭവിച്ചതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ പൂക്കൾ ഇപ്പോൾ കലാത്തിയ പ്ലാന്റ്സിനായാലും അഗ്ലോണിമക്കൊക്കെ വരുന്ന
പൂക്കൾ നമ്മൾ അവിടെ വെച്ചിരിക്കാതെ ആ വെട്ടിക്കളയണം കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ ഇവർക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളം കൊടുക്കട്ടോ. മഴക്കാലത്താകുമ്പോൾ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ ബസാക്കോട്ട, അതുപോലെ തന്നെ NPK, അതുപോലെ NPK ലിക്വിഡായിട്ട് കൊടുക്കുക നമുക്ക്. അതുപോലെ നോവാടെക് അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇപ്പോൾ പൂക്കള ചെടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് DAP ഒക്കെ കൊടുക്കട്ടോ. അങ്ങനെ കൊടുക്കുക. പിന്നെ മഴക്കാലം ഇല്ലാത്ത സമയത്ത് നമ്മൾ പോട്ടി മിക്സിൽ എന്തായാലും നമുക്ക് ചാണകപ്പൊടി നിർബന്ധമായിട്ടും ചേർക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ചാണകപ്പൊടി ഒന്നും കലക്കി ഒഴിക്കേണ്ട ആവശ്യമില്ല. ചാണകപ്പൊടി ഒന്നും കലക്കി ഒഴിക്കാതെ നമുക്ക് മഴക്കാലത്ത് ഇങ്ങനെ കൊടുക്കാം. വേനൽക്കാലത്ത് നമ്മൾ ചാണകപ്പൊടി മണ്ണ് ഇളക്കിയിട്ട്, അതായത് ചെടിച്ചട്ടിയുടെ ചുവട്ടിൽ ചുറ്റുപാടും മണ്ണൊന്ന് ഇളക്കി, ഏത് ചെടിക്ക് വളം കൊടുക്കുമ്പോൾ മണ്ണൊന്ന് ഇളക്കിയിട്ട് നമ്മൾ വളം ഇട്ട് കൊടുക്കട്ടോ. പിന്നെ മാസത്തിലൊരിക്കൽ നമുക്ക് സാഫ് എന്ന ഫംഗിസൈഡ് ചെടികൾക്ക് മേലെ സ്പ്രേ ചെയ്യുക. അത് കുറഞ്ഞ അളവിലെടുത്തിട്ട്, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൂടുതലൊന്നും എടുക്കരുത്, കുറഞ്ഞ അളവിലെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലും രോഗങ്ങൾ വന്ന്, ഇനി ഇലപ്പുള്ളി രോഗം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ നമ്മൾ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുന്നത് നല്ല കേട്ടോ. അഗ്ലോണിമ ചെടിക്കൊക്കെ ഇലപ്പേനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഞാനതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ സോപ്പിട്ട് നമ്മൾ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് അതൊക്കെ നന്നായിട്ട് പോക്കിയതിന് ശേഷം നമുക്ക് സാഫിൻ്റെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഫംഗിസൈഡ് പെസ്റ്റിസൈഡും കൂടി അടിച്ചു കൊടുത്താൽ നമ്മുടെ ചെടി നശിച്ചു പോകില്ല കേട്ടോ. നമ്മുടെ ചെടി വീണ്ടും ശരിയായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ചെടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ പ്രത്യേകിച്ചും ഇൻഡോറിൽ വെക്കുന്ന ചെടികൾക്ക് നമ്മൾ ഒരുപാട് നനച്ചു കൊടുക്കരുത്. പിന്നെ മഴക്കാലത്ത് കലാത്തിയ പോലുള്ള പ്ലാന്റ്സൊക്കെ ഇൻഡോറിൽ സെറ്റ് ചെയ്തവർ എന്താ ചെയ്യേണ്ടത്, ഇടയ്ക്ക് ചെറിയ മഴയത്ത് ഒരു 10 മിനിറ്റെങ്കിലും മഴയത്ത് കൊണ്ടുവച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ ചെടി നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. കാരണം മഴവെള്ളം എല്ലാ ചെടികൾക്കും ഇഷ്ടമാണ്. അപ്പോൾ നമുക്കത് ചെടികൾക്ക് മേലെ വീണിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരാൻ അത് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ, അപ്പം പിന്നെ നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന ചെടികൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇൻഡോറിൽ വെക്കുന്ന ചെടികൾ നമ്മൾ ഏത് ചെടിയായാലും ആഴ്ചയിൽ ഒരിക്കലും പുറത്ത് വെച്ച് നമ്മൾ ഡീപ്പായിട്ട് നനച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്ലാന്റ്സൊക്കെ എവിടെ നിന്ന് വാങ്ങിയാലും അത് വീട്ടിലെത്തി കുറേ കഴിഞ്ഞിട്ട് നശിച്ചു പോയി എന്ന് പറയരുത്. കാരണം നമ്മളെ ചെടി നല്ല രീതിയിൽ നമ്മൾ നോക്കുന്നത്, അതുപോലെ നിങ്ങൾ എത്തുന്ന ചെടികളും നിങ്ങൾ വാങ്ങുന്ന ചെടികളും വേറെ എവിടെ നിന്ന് വാങ്ങിയ ചെടികളായാലും നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചെടികളാവുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ വീട്ടുമുറ്റം കളർഫുൾ ആവുകയും ചെയ്യും കേട്ടോ. അതാണ് വേണ്ടിയത്. അപ്പോൾ കലാത്തിയ പ്ലാന്റ്സിന് വെയിലും വേണ്ട, ഒരുപാട് വെള്ളം വേണ്ട, ഈർപ്പം കുറച്ച് ചെറുതായിട്ട് വേണം, വളമൊക്കെ കൊടുത്ത്. അതുപോലെ തന്നെ ബിഗോണിയ ചെടിക്കും ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ബിഗോണിയ പ്ലാന്റ്സൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ റീപ്പോർട്ട് ചെയ്യുന്ന ചെടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ റീപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക, സ്റ്റെമ്മൊക്കെ ഒരു എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റെമ്മൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ആയിപ്പോകും. അതുകൊണ്ടാണ് പറയുക, ചില ചെടികൾക്ക് ഇപ്പോൾ ഡിഫറെൻറ്റ് ബാച്ചിയ പ്ലാന്റൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും നമ്മൾ റീപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ ബൊഗൈൻവില്ല പ്ലാന്റ്സൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ റോസാ ചെടിയൊക്കെ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് റീപ്പോർട്ട് ചെയ്താൽ മതി. ചില ചെടികളൊക്കെ അങ്ങനെ മതി കേട്ടോ, ചില ചെടികൾ അങ്ങനെയല്ല. അതാണ് പ്രത്യേകം പറയുന്നത്, നമ്മൾ വാങ്ങുന്ന ചെടികളെ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരുപാട് വളമൊക്കെ കൊടുത്തിട്ട് നമ്മളതിനെ നശിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി നല്ല രീതിയിലാവും കേട്ടോ. അപ്പോൾ ഒരുപാട് പേരൊക്കെ ചെടികളൊക്കെ വാങ്ങുന്നുണ്ട്. ഇനി വാങ്ങുന്നവരായാലും ഇൻസ്റ്റയിൽ കൂടെ നമ്മുടെ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും.